ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബകലഹം ഒഴിവാക്കാൻ പാലിക്കേണ്ട 12 കൽപ്പനകൾ. ഭർത്താവ് ഭാര്യയോട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കൽപ്പന, ചേ വാ പോ എന്ന സമവാക്യം കുടുംബജീവിതത്തിൽ പാലിക്കുക. അതായത് ചെയ്യാലോ, വാങ്ങിക്കാലോ, പോകാലോ. ഈ 3 കാര്യം ഭാര്യയുടെ വിവിധ ആവശ്യങ്ങൾക്ക് ഉത്തരമായി നൽകേണ്ടതാണ്. രണ്ടാമത്തെ കൽപ്പന, ഭാര്യയെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പുകഴ്ത്തി സംസാരിക്കുക. കൂടാതെ ഈ സാരി നിനക്ക് വളരെ ചേരുന്നതാണ്, ഈ മാല നിനക്ക് വളരെ യോജിച്ചതാണ്, ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് കുറച്ച് രുചി ഇല്ല എങ്കിലും വളരെ നല്ല രുചിയാണ് എന്നും ഇതുപോലെ തന്നെ പാചകം ചെയ്യണം ട്ടോ എന്നും പറയുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭാര്യയെ അഭിനന്ദിക്കുക. ചെയ്യുന്നത് മണ്ടത്തരം ആണെങ്കിൽ പോലും തിരുത്തൽ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഭാര്യയാണ് എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന മണ്ടത്തരത്തെ പോലും ഏറ്റവും മഹത്തരമായ സൃഷ്ടി എന്ന മട്ടിൽ അഭിനന്ദിക്കുക. ദേഷ്യപ്പെടാതെ ഇരിക്കുക. മൂന്നാമത്തെ കൽപ്പന, രാവിലെ ഗുഡ് മോർണിംഗും രാത്രി ഗുഡ് നൈറ്റും പറയുക. നാലാമത്തെ കൽപ്പന, ഭാര്യയുടെ മൊബൈൽ ഫോൺ പരിശോധിക്കാതെ ഇരിക്കുക. ഭാര്യയുടെ ഫോൺ കോൾ ശ്രദ്ധിക്കാതെയും ഇരിക്കുക. അഞ്ചാമത്തെ കൽപ്പന, ഭാര്യയുടെ വീട്ടുകാരെ കുറിച്ച് ചീത്ത പറയുകയോ അവരൊന്നിനും കൊള്ളില്ല എന്ന് പറയുകയോ ചെയ്യരുത്. ഭാര്യയുടെ ബന്ധുക്കളെ, അവർക്ക് ഇഷ്ടമുള്ള വ്യക്തികളുടെ ഭവനങ്ങൾ ഇടയ്ക്കിടെ ഒരുമിച്ച് പോയി സന്ദർശിക്കുക. ആറാമത്തെ കൽപ്പന, ഭാര്യയെ വേശ്യ എന്ന് ഒരിക്കലും വിളിക്കരുത്. നീ അങ്ങനെയല്ലേടി, നീ ചെറുപ്പത്തിൽ മറ്റവൻ്റെ കൂടെ പോയിട്ടില്ലേ, നീ നേരത്തെ ഓഫീസിൽ പോകുന്നത് സുഖിക്കാനല്ലേ, ഇങ്ങനെയൊന്നും ഒരിക്കലും ഭാര്യയെ പറഞ്ഞു പോകരുത്. കേട്ടാൽ അറപ്പുളവാക്കുന്ന തെറികൾ വിളിക്കരുത്. ഭാര്യയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യരുത്. അത് അവളുടെ മനസ്സിനെ ആഴത്തിൽ മുറിപ്പെടുത്തും. അത് മരണം വരെയും അവൾ ഓർത്തിരിക്കുകയും ചെയ്യും. ഏഴാമത്തെ കൽപ്പന, ഭാര്യയും മക്കളും ഒക്കെയായി വർഷത്തിൽ 1-2 പ്രാവശ്യം വിനോദയാത്ര പോവുക. എട്ടാമത്തെ കൽപ്പന, ഭാര്യയുടെ ശാരീരികവും മാനസികവും ആരോഗ്യപരവുമായ കാര്യങ്ങൾ അവൾ പറയാതെ തന്നെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഡോക്ടറെ ആവശ്യമുണ്ടെങ്കിൽ കാണുകയും മറ്റ് ആശ്വാസ നടപടികൾ കൈക്കൊള്ളുകയും മെഡിസിനോ മറ്റോ ആവശ്യമെങ്കിൽ വാങ്ങിച്ചു നൽകുകയും ചെയ്യുക. ഒമ്പതാമത്തെ കൽപ്പന, വീട്ടുജോലികളിൽ ഭാര്യയെ സഹായിക്കുക. പത്താമത്തെ കൽപ്പന, ഭാര്യയെ സ്നേഹപൂർവ്വം കെട്ടിപ്പിടിക്കുകയും ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയും ചെയ്യുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. 11ാമത്തെ കൽപ്പന, മാനസികപരമായി സ്നേഹവും ഐക്യവും ഉണ്ടെങ്കിൽ മാത്രം ലൈംഗികപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുക. 12ാമത്തെ കൽപ്പന, മദ്യപാനം, പുകവലി, അത്തരം ദുശീലങ്ങൾ ഒഴിവാക്കുക. നേരം വൈകുന്നതിന് മുമ്പായി വീട്ടിൽ എത്തുക. വീട്ടുചെലവുകളിൽ പരസ്പരം കണക്ക് പറയാതെ ഇരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പാലിക്കുവാൻ സാധിച്ചാൽ കുടുംബകലഹം ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. ഏവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.